ചില കാര്യങ്ങൾ പച്ചയ്ക്ക് പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്നും തോന്നരുത്. ഇത് പറയാതിരിക്കാൻ വയ്യ. കാരണം ചരിത്രത്തെയും ഡേറ്റായും വിവരങ്ങളും മറന്നുകൊണ്ട് ചില മാപ്രകളും സോഷ്യൽ മീഡിയയിൽ ചില ഇടത് ബുദ്ധിജീവികളും, അവർ ഇടത് ബുദ്ധിജീവികളല്ല, അവർ സംഘപരിവാറും മറ്റ് സുഡാപ്പികളുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന ചില ഇടതുപക്ഷ ബുദ്ധിജീവികളിൽ നിന്ന് നടിക്കുന്ന ചില വലതുപക്ഷ രാഷ്ട്രീയക്കാരുണ്ട്. അതായത് ഇടത് പാണ്ഡം തൂങ്ങിയിട്ട് വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ബുദ്ധിജീവികളെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. പേരുകൾ ഇവിടെ പറയുന്നില്ല, കാരണം പേരുകൾ നമുക്ക് അറിയാം, അത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു പരത്തുന്നത് എന്താണ്? എം.എ. ബേബി മധുര പാർട്ടി കോൺഗ്രസിൽ CPIM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അത് കഴിഞ്ഞാണല്ലോ പുതിയ AKG സെന്റർ തിരുവനന്തപുരത്ത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. അപ്പം ന്യായമായിട്ടും അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് എം.എ. ബേബി അല്ലേ? എന്തൊരു റിട്ടോറിക്, എന്തൊരു ലോജിക്കാണ്, എന്തൊരു പ്രസന്റേഷനാണ്. കേൾക്കുന്നവർക്ക് പെട്ടെന്ന് പ്രേക്ഷകർക്കും, നുണ പറയുന്ന മാധ്യമങ്ങൾ കാണുന്ന പ്രേക്ഷകർക്ക്, ചാനലുകൾക്കും, നുണ എഴുതുന്ന മനോരമ മാതൃഭൂമി അടങ്ങിയ ദിനപത്രങ്ങൾക്കും അവരുടെ റിപ്പോർട്ടുകൾ കാണുന്ന വായനക്കാർക്കും ഇത് സത്യമാണെന്ന് തോന്നും. അത് മോശമായി പോയില്ലേ? ബേബിയെ കൊണ്ടല്ലേ ഉദ്ഘാടനം ചെയ്യേണ്ടത്? പിന്നത്തെ പിണറായി എവിടെ കയറി ഉദ്ഘാടനം ചെയ്തു? ഗോ ബാക്ക് ടു ദ ഹിസ്റ്ററി, ഗോ ബാക്ക് ടു ദ ഫാക്ട്സ്, ഗോ ബാക്ക് ടു ദ ഡേറ്റ. പൊളിച്ചെടുക്കും. എന്താണ് കഴിഞ്ഞ മാർച്ച് 22-ന് ഡിറ്റോ പറയുക, കഴിഞ്ഞ മാർച്ച് 22-ന് വന്ന വാർത്തകൾ പരിശോധിക്കുക. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനെ അറിയുമല്ലോ. അദ്ദേഹം പഴയ AKG സെന്ററിൽ, ഇപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രമായിട്ട് പൂർണ്ണമായിട്ടും മാറ്റപ്പെട്ട പഴയ AKG സെന്ററിൽ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. കഴിഞ്ഞ മാർച്ച് അവസാന വാരം, മാർച്ച് 22. ഇതിപ്പോൾ ഏപ്രിൽ ഇന്നത്ര ആയെന്നറിയാമല്ലോ. അന്ന് അദ്ദേഹം പറഞ്ഞു, പുതിയ AKG സെന്റർ ഏപ്രിൽ 23-ന് ഉദ്ഘാടനം ചെയ്യുകയാണ്, എല്ലാവരെയും ക്ഷണിക്കുന്നു. ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്നാരാണ്? ആര്? മുഖ്യമന്ത്രി പിണറായി വിജയൻ. എടോ മാന്യ മഹാജനങ്ങളെ, അതിനുശേഷം ഏപ്രിൽ ആദ്യവാരമല്ലേ മധുരയിൽ, ഏപ്രിൽ ആദ്യവാരമല്ലേ 5 ദിവസത്തെ പാർട്ടി കോൺഗ്രസ് നടന്നത്? നിങ്ങൾ ആരെയാണ് ഈ നുണ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കുന്നത്? പിന്നെ എന്താ ഇവിടെ പ്രശ്നം? അപ്പൊ M.A. ബേബിയെ തഴഞ്ഞത്രേ, ബേബിയെ തഴഞ്ഞ് പിന്നിൽ നിർത്തി പിണറായി കയറി സാറ് കളിച്ചു. നിങ്ങളുടെ ഈ മാപ്രാപ്പണി ഉണ്ടല്ലോ, നിങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തെ ഞങ്ങൾ ഇങ്ങനെ അടുക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ പറയുന്ന നുണ കേട്ട് പ്രതികരിക്കാൻ വരുന്ന കുറെ ഇടതുപക്ഷമെന്ന് ധരിക്കുന്ന കുറെ ബുദ്ധിജീവികളും ഇവിടെ കോൺഗ്രസ് BJP നേതാക്കളും ഒക്കെ ഉണ്ട്. അതെ, ഞങ്ങൾ ഇവരോടൊക്കെ പറയുന്നത് നിങ്ങളുടെ ഒന്നാം ശത്രു ഇവിടുത്തെ മാപ്രകളാണ്. മാപ്രകൾ പറയുന്നത് കേട്ടിട്ട് കാള പെറ്റെന്ന് പറഞ്ഞ് കയറെടുത്തോണ്ട് ചാടരുത്. ഡേറ്റ പരിശോധിച്ചിട്ട് പ്രതികരിക്കാൻ ഇവിടുത്തെ നേതാക്കൾക്ക്, UDF നേതാക്കൾക്ക്, കോൺഗ്രസ് നേതാക്കൾക്ക്, BJP നേതാക്കൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? എന്തേ VD സതീഷിന് പറ്റുന്നില്ല? എന്തേ K. സുധാകരന് പറ്റുന്നില്ല? എന്തേ രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റുന്നില്ല? എന്തേ PK കുഞ്ഞാലിക്കുട്ടിക്ക് പറ്റുന്നില്ല? എന്തേ രാജീവ് ചന്ദ്രശേഖർക്ക് പറ്റുന്നില്ല? എന്തേ K. സുരേന്ദ്രന് പറ്റുന്നില്ല? എന്തേ ശോഭാ സുരേന്ദ്രന് പറ്റുന്നില്ല? ചരിത്രബോധമില്ലാത്ത നേതാക്കൾക്ക് രാഷ്ട്രീയ ഭാവി ഇല്ല. അത് മനസ്സിലാക്കണം. നിങ്ങൾ എന്താ ഈ പാർട്ടിയെ പറ്റി മനസ്സിലാക്കിയത്? അപ്പൊ ഇത്തരം നുണകൾ പറഞ്ഞ് ഇത് ജനങ്ങളുടെ ഉള്ളിലേക്ക്, തലച്ചോറിലേക്ക് ഇങ്ങനെ അങ്ങ് കയറ്റി തള്ളി വിടുകയാണ്. പാവം പ്രേക്ഷകരും നിങ്ങളുടെ വായനക്കാർ കുറെ പേര് തെറ്റിദ്ധരിക്കും. അയ്യോ, അതെന്തൊരു കഷ്ടമായി പോയി. M.A. ബേബിയെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കിയ പാർട്ടി തിരുവനന്തപുരത്ത് സംസ്ഥാന കമ്മിറ്റി ഉദ്ഘാടനം ചെയ്യാൻ അങ്ങേർക്ക് ഒരു ചാൻസ് കൊടുക്കാതെ പിണറായി വിജയൻ കയറി ഞെളിഞ്ഞ് അങ്ങ് ചെയ്തു. നല്ല ഗുളികയാണ്, നന്നായിട്ട് വിറ്റുപോകുന്ന ക്യാപ്സ്യൂളാണ് ഇതൊക്കെ. ആ ക്യാപ്സ്യൂൾ ഇപ്പം 2 ദിവസമായിട്ട് അടിച്ചിറക്കിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ മാധ്യമങ്ങൾ, മാപ്രകൾ, ഇവിടുത്തെ പ്രിന്റ് മീഡിയ, ഇവിടുത്തെ വിഷ്വൽ മീഡിയ, ഇവിടുത്തെ ഓൺലൈൻ മീഡിയ, ഇവിടുത്തെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ ധരിക്കുന്ന പോലെ വലതുപക്ഷ അരാഷ്ട്രീയവാദികൾ, പിന്നെ BJP, കോൺഗ്രസ്, ലീഗ് നേതാക്കൾ, ഇതെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ പൊളിച്ചടക്കിയല്ലേ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ വീഡിയോ അവസാനിപ്പിക്കാനും പറയാനുള്ളത്, ഇതേപോലെ മനോഹരമായ ഒരു സെക്രട്ടേറിയറ്റ് കൂടി പിണറായി സർക്കാർ പണിയാണ്. അത് പറയാതെ തീരില്ല. കാരണം ഞാനൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലും 4 നൂറ്റാണ്ടിലധികം സെക്രട്ടേറിയറ്റ് കയറി ഇറങ്ങിയ ഒരു മനുഷ്യനാണ് ഞാൻ.
അത് മാതൃഭൂമിയിൽ പണിയെടുക്കുമ്പോഴും മനോരമയിൽ പണിയെടുക്കുമ്പോഴും കൈരളി ടി വിയിൽ പണിയെടുക്കുമ്പോഴും കയറിയിറങ്ങിയ ഒരു മനുഷ്യനാണ് ഞാൻ. പിന്നെ എൻ്റെ ഭാര്യ റിട്ടയർ ചെയ്യുന്നവരെ എൻ്റെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥയായിരുന്നു. അഡീഷണൽ സെക്രട്ടറി ആയിട്ടാണ് അവർ റിട്ടയർ ചെയ്തത്. അപ്പോൾ ഭാര്യയെ കാണാനും അതേപോലെ തന്നെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ടിങ്ങിനൊക്കെ എത്രയോ തവണ കയറി ഇറങ്ങിയ ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സർക്കാരിൻ്റെ. ആ ബിൽഡിംഗ് ഒന്ന് പോയി നോക്കണം. നമ്മൾ ആരെങ്കിലും പോയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പോയി നോക്കണം. ഇടനാഴികൾ നിറയെ ഫയലുകൾ, കൂട്ടങ്ങൾ, അലമാരകൾ. IAS ഓഫീസർമാർക്ക് ഇരിക്കാൻ പോലും നല്ലൊരു സ്ഥലം ആ സെക്രട്ടറിനകത്ത് ഒരു പരിമിതമായ ഗുഡ്സ് സ്ഥലത്തിരുന്നാണ് IAS ഓഫീസർമാർ വരെ പണിയെടുക്കുന്നത്. മന്ത്രിമാരുടെ ഓഫീസുകൾ, ക്യാബിനുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇട്ടാവട്ട സ്ഥലം മാത്രം. അപ്പൊ ഈ സംസ്ഥാനത്തെ സ്റ്റാച്യുവിലെ സെക്രട്ടേറിയറ്റ് കൂടി ഈ സർക്കാർ അടിച്ചു പൊളിച്ചിട്ട് പുതുക്കി പണിയണം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് ഒരു മ്യൂസിയം ആക്കിയിട്ട് പുറത്തെവിടെയെങ്കിലും ഒരു പൂജപ്പുര സെൻട്രൽ ജയിലിന് ഇഷ്ടംപോലെ ഏക്കർ കിടക്കുന്ന സ്ഥലം കിടപ്പുണ്ട്, അവിടെ പുതിയ സെക്രട്ടേറിയറ്റ് പണിയുക, നമ്മുടെ പുതിയ നിയമസഭാ മന്ദിരം പണിതതുപോലെ. അതുകൂടി ചെയ്തിട്ട് ഈ സർക്കാർ കാലാവധി ആക്കാൻ പാടുള്ളൂ. ഇപ്പോൾ 1 വർഷം ബാക്കിയുണ്ട്. ഈ അടിപൊളി AK സെന്റർ പണിത് കാണിച്ചതുപോലെ ഒരു നല്ലൊരു സെക്രട്ടേറിയറ്റ് ഈ സംസ്ഥാനത്തിന് ഉണ്ടാക്കിയെടുക്കുക. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയ സെക്രട്ടേറിയറ്റ് ഏച്ചുകെട്ടി പിന്നെ അഡീഷണൽ ബ്ലോക്കൊക്കെ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഞെരുങ്ങി പിന്നെ പണിയെടുക്കുന്ന മന്ത്രിമാര്, IAS ഓഫീസർമാര്, അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദം. അത് പോയി നമ്മൾ കണ്ടു നോക്കുക നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ അവസ്ഥ എന്താണെന്ന്. തമിഴ്നാട്ടിൽ ജയിലെടുത്ത പുതിയ സെക്രട്ടേറിയറ്റ് പണിതില്ലേ? പുതിയ നിയമസഭാ മന്ദിരം പണിതില്ലേ? എന്തുകൊണ്ട് മോദി പുതിയ പാർലമെന്റ് പണിതില്ലേ ഡൽഹിയില്? പിന്നെ എന്തുകൊണ്ട് പിണറായി വിജയന് ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് പുതിയൊരു സെക്രട്ടേറിയറ്റ് പണിതുകൂടാ? അതുകൂടെ ചെയ്തിട്ടേ ഗവൺമെന്റ് ഇറങ്ങി പോകാൻ പാടുള്ളൂ. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഇപ്പോഴും ഒരു കാര്യം കൂടി പറയട്ടെ, ഇപ്പോഴും ഡൽഹിയിലെ CPIM-ന്റെ പാർട്ടി ആസ്ഥാനം AKG ഭവൻ ഇപ്പോഴും എന്താണ് മിനിമം സൗകര്യങ്ങൾ മാത്രമുള്ള ഒരു പാർട്ടി ഓഫീസ്, കേന്ദ്ര പാർട്ടി ഓഫീസ്. നിങ്ങൾ ഡൽഹിയിലെ BJP-യുടെ ദേശീയ ഓഫീസിലേക്കൊന്ന് പോവുക. ഒരു കോർപ്പറേറ്റ് ഓഫീസിനേക്കാളും വെല്ലുന്ന സംവിധാനങ്ങളുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഓഫീസ് പോലാണ് ഡൽഹിയിലെ BJP-യുടെ കേന്ദ്ര ഓഫീസ് പ്രവർത്തിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഇനി പോട്ടെ, മറ്റു പല പാർട്ടി മന്ദിരങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ആവർത്തിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ ആവാം, കുഴപ്പമൊന്നുമില്ല. അതിനൊന്നും ഒരു മാധ്യമ വിമർശനവും ഒരു മാപ്രകളുടെ കോലടിയിലും ഒന്നുമില്ല. അതിനൊന്നും BJP ഒരു കോർപ്പറേറ്റ് സമാനമായൊരു ഓഫീസ് പണിതാൽ പ്രശ്നമില്ല. CPIM-ന്റെ ഒരു ഓഫീസ് പണിത് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പിണറായി വിജയൻ സർക്കാർ നല്ല അടിപൊളി ഒരു സെക്രട്ടേറിയറ്റ് കൂടി പണിതിട്ട് ഇവിടുന്ന് പോകാവൂ. ഈ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അതിന് തറക്കല്ലിടണം ഈ 1 കൊല്ലത്തിനകത്ത്. കാരണം ഇത് ഒരു ആവശ്യമാണ്, ഈ നാടിൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ പുതിയ സെക്രട്ടേറിയറ്റ് കൂടി ഉണ്ടാവട്ടെ ഈ സർക്കാരിൻ്റെ കാലത്ത് എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. പിന്നെ ഇത് കൂടുതൽ ഇതിന് മറുപടിയൊന്നും പറയാനില്ല. ആധുനിക സൗകര്യങ്ങൾ ഏത് പ്രസ്ഥാനവും ഏത് സർക്കാരും ഏത് ഗവൺമെന്റും സ്വീകരിക്കണം. ഇത് ഡിജിറ്റൽ യുഗമാണ്, ഡിജിറ്റൽ മീഡിയയാണല്ലോ. ഈ പറയുന്ന ഈ വിമർശിക്കുന്ന മാപ്രകളുടെ പല ഓഫീസുകളും കോർപ്പറേറ്റ് സമാനമല്ലേ? അവിടുത്തെ എഡിറ്റർമാരും ബ്യൂറോ ചീഫുമാരും ഇരിക്കുന്ന പല ഓഫീസുകളും മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ് ഉൾപ്പെടെ കൈരളി TV ഉൾപ്പെടെ. ഞാനിത് പറയുന്നത് ഞാൻ മാതൃഭൂമിയിൽ 10 കൊല്ലവും കൈരളി TVയിൽ 7.5 കൊല്ലവും മനോരമയിൽ 7.5 കൊല്ലവും പണിയെടുത്ത ഒരാളെന്ന നിലയ്ക്ക് നേരിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ട് പറയുകയാണ്. ഏത് കോർപ്പറേറ്റ് ഓഫീസുകളെയും വെല്ലുന്ന സൗകര്യങ്ങളൊക്കെ അവിടെയുണ്ട്, പല മാധ്യമ ഓഫീസുകളിലും. കേരളം ഭരിക്കുന്ന മന്ത്രിമാരിരിക്കുന്ന ഓഫീസുകളിൽ പോലും അത്രയും സൗകര്യങ്ങളില്ല. അങ്ങനെയുള്ള നിങ്ങൾ വന്നിട്ട് വിമർശിക്കുകയാണ്, മാപ്രകൾ വന്നിട്ട് വിമർശിക്കുകയാണ്. വലിയ ആഡംബര മന്ദിരം CPIM-ന്റെ സംസ്ഥാന ഓഫീസ്, ഇതെന്തിനാ ധൂർത്ത്, അഴിമതി, ആഡംബരം? അതിനുള്ള മറുപടിയാണ് ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞത്.